മഹാഭാരതത്തില് പാണ്ഡവന്മാര് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കല്യാണ സൗഗന്ധികം എന്നൊരു പുഷ്പം കാറ്റിൽ പറന്നു വീഴുകയും പാഞ്ചാലി ആ പുഷ്പം കണ്ട് ഇതുപോലൊരു പുഷ്പം എനിക്ക് വേണമെന്ന് ഭീമനോട് അഭ്യർത്ഥിക്കുകയും ഭീമൻ ആ പുഷ്പം തേടി പോകുമ്പോൾ ഭീമന്റെ ജ്യേഷ്ഠനായ ഹനുമാൻ ഗന്ധമാദന പർവ്വതത്തിൽ അവിടെ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഭീമൻ അല്പം അഹങ്കാരിയാണ്. ആ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ എന്തുണ്ടാവും, അവിടെ ഒരു കൊരങ്ങന്റെ വേഷത്തിൽ കിടന്ന് വഴി തടയുന്നു. അങ്ങനെ ഉള്ളതാണ് കല്യാണ സൗഗന്ധികം. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മക്കടാ നീയങ്ങു മാറിക്കിട ശഠ ഈ ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവാനെന്തടാ സംഗതി നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂടിക്കുരങ്ങി ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ? നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്താണ്? പെട്ടെന്ന് എഴുന്നേറ്റുപോയാലില്ലാപത്ത് പെട്ടിയിടുമെന്നു ധരിക്ക നീ വാനരാം. ഇങ്ങനെയാണ് ഈ കഥ അങ്ങനെ പോകുന്നത്.